ഹലോ ഫ്രണ്ട്സ്, അനദർ കിഡ്കാച്ച് വീഡിയോ ഫ്രം മൈൻക്രാഫ്റ്റ്. അപ്പം നമ്മൾ വീണ്ടും മൈൻക്രാഫ്റ്റിലെത്തിയിട്ടുണ്ട്. നമ്മുടെ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം എൻ്റെ വീടിൻ്റെ മുകളിലാണ് കാണാൻ നമുക്ക് കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട്. സോ അത് രാത്രി കൊണ്ടാണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ വീട് കണ്ടത്. നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ മാതിരിയാണ് നമ്മുടെ വീട് റെഡി ആക്കിയിട്ടുള്ളത്. കാരണം നമ്മളെ മറ്റേ വീട് കാണാം. ഇത് നമ്മൾ പൗതിയാക്കിയതിൻ്റെ ശേഷം നമ്മൾ മാറ്റിയിട്ട് എനിക്ക് തോന്നി കുറച്ചും കൂടി വലിയ വീട് വേണമെന്ന് തോന്നി. അപ്പോൾ ആ ഒരു വീട് നമ്മൾ ഉണ്ടാക്കി. ഇതിന് 4 അട്ടിയാന്ന് തോന്നുന്നു ഈ വീഡിയോ. നമ്മൾ 4 അട്ടിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇതെന്താ വെച്ചാൽ ഇതാണ് നമ്മുടെ ട്രെയിൻ പാൽ. നമ്മൾ ആ വീട്ടിലോട്ട് പോകാനുള്ള ട്രെയിൻ പാലാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു വീട്ടിൽ പോകണമെങ്കിൽ ഒരു പ്രത്യേക വഴിയാണുള്ളത്. അണ്ടർഗ്രൗണ്ടിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് ഈ വീട്ടിലോട്ട് പോകാൻ പറ്റുക. അപ്പോൾ ഞാൻ അത് പോയി കാണിച്ചു തരാം. നമ്മളിപ്പോൾ അടിയിലൊക്കെ എത്തിയിട്ടുണ്ട്. സോ നമുക്കിതൊക്കെ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വീടിനുള്ളിൽ കയറും. അപ്പോൾ ഇതാണ് നമ്മുടെ അണ്ടർഗ്രൗണ്ട്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ പിന്നെ കാണിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ നമ്മുടെ ആദ്യത്തെ റൂം കാണാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ റൂം, ഇവിടെ ബെഡ്റൂം ആൻഡ് ഷെൽഫ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് അടിയിലൊരു സ്റ്റെപ്പാണ്. ഇതെന്താ വെച്ചാൽ ഇത് നമ്മൾ കയറി അവിടെ തന്നെ എത്തും. വേണ്ട, ഞാൻ പറഞ്ഞ ആ ചെറിയ സ്പേസ് അവിടെ ഉണ്ടെന്ന്, ആ സ്പേസാണിത്. നമ്മൾ ഇനി ഇങ്ങോട്ട് അണ്ടർഗ്രൗണ്ടൊക്കെ റെഡി ആക്കുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മൾ മേലോട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2ാമത്തെ തട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ എത്തും ഇവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ വെറുതെ ഒരു റൂമിൻ്റെ മാതിരി ആക്കിയിട്ടുള്ളൂ. പിന്നെ അടുത്ത 3ാമത്തെ തട്ടിലേക്ക് നമുക്ക് പോവാം. നമ്മൾ 3ാമത്തെ തട്ടിലും കാരണം ഒരു ബെഡ് വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. 4 അട്ടിയാണ് നമ്മുടെ വീട്. അപ്പോൾ 4ാമത്തെ തട്ടിലേക്ക് കൂടി നമുക്ക് പോവാം. നമ്മൾ 4ാമത്തെ അട്ടിയിൽ അതേമാതിരിയാണ്. നമ്മൾ 2, 3, 4 അട്ടിയിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല, വെറുതെ അവിടെ ഒഴിച്ചിട്ടില്ലാണ്. പിന്നെ നമുക്ക് എന്തായാലും ഇപ്പോൾ രാത്രിയാണ്, നമുക്ക് ഇനി അടുത്ത വ്യൂ കാണാം. ഇപ്പം എന്തായാലും ഈ ബെഡ് കിടന്ന് നമുക്ക് ഉറങ്ങാം. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മളെ ട്രെയിൻ റൈഡ് പോകാൻ പോവാണ്. പിന്നെ ട്രെയിനിൽ നമുക്ക് റൈഡ് പോകാം. ഇതാണ് നമ്മുടെ കണ്ടില്ല, ഇതിൽ കൂടെയാണ് നമ്മളൊരു 3ാമത്തെ ബിൽഡിങ്ങിലാണ് 3ാമത്തെ ഇതിലാണ് നമ്മൾ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഇത് വെച്ചിട്ടുള്ളത്. ട്രെയിനതാ പോകണു. നമ്മളാ ട്രെയിനിനെ എടുത്ത് ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ആ ട്രെയിനിനെ വെക്കാം. ഇനി നമുക്ക് എന്തായാലും റൈഡ് കയറാം. റൈഡ് എന്താ പോകാൻ പറ്റാത്തത്? ഓക്കെ, അത് നമ്മൾ എന്തായാലും ട്രെയിനിൽ നമ്മളെ പഴയ വീട്ടിലോട്ടാണ് റൈഡ് പോകുന്നത്. നമ്മളെ പുതിയ വീട് ഇതാണ്. നമ്മൾക്ക് ഇനിയും മുകളിലേക്ക് നമുക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കും. പിന്നെ ഈ ഒരു സ്ലോ ആണ് നമ്മുടെ ഈ പാലം. അപ്പോൾ എങ്ങനെ ഇതിന് സ്പീഡുള്ള പാലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയില്ല എങ്ങനെയാണ് ഇത് സ്പീഡ് കൂട്ടാമെന്ന്. പിന്നെ വീഡിയോ ആണ് പുതിയ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ടാർഗറ്റ് 100 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ പോവാണ്. പിന്നെ നമ്മുടെ വീഡിയോ ആണ് പുതിയ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 1 കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. ഓക്കെ, നമ്മുടെ പഴയ വീട്ടിലോട്ട് എത്താൻ ഇവിടെ നമ്മൾ സ്റ്റേഷൻ്റെ അതേമാതിരി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കാരണം കാണിച്ചു തരാം. നമ്മുടെ പഴയ വീട് അത്ര സെറ്റപ്പൊന്നുമില്ല. ഡോറ് വെച്ചു, പിന്നെ മേലെ അടച്ചു ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മളിവിടെ എത്തി. നിങ്ങൾക്ക് എന്തായാലും നമുക്ക് ഇതിനിറങ്ങാം. നമ്മളതിനിറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ വെച്ചൊരു ഒരു ലാഡേഴ്സ് വെച്ചിട്ടുണ്ട് ഇറങ്ങാൻ വേണ്ടി. ഓക്കെ, നമ്മൾ അതിലൂടെ ഇറങ്ങി. എപ്പോഴാണ് ഇറങ്ങുന്നത്? ഓക്കെ, ഇറങ്ങി. പിന്നെ മുമ്പിലൊരു ബെഡ്റൂം വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് എന്തിനാണെന്ന് അറിയില്ല. സോ നമുക്ക് എന്തായാലും വീടിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഓക്കെ, നമ്മളെന്തായാലും വീടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വീട്. ഒക്കെ മൂടിയിട്ട് ഒക്കെ റെഡി ആക്കിയാണ്. നമ്മൾ സ്റ്റോൺസ് കൊണ്ടാണ് നമ്മുടെ വീട് ഉണ്ടാക്കിയത്. സോ തൽക്കാലത്തിന് ഇങ്ങനെയൊക്കെ നമ്മൾ അപ്പം വെച്ചതാണ്. നമ്മൾ കഴിഞ്ഞ പാർട്ടിലാണ് നമ്മുടെ ആ വീടിൻ്റെ ഇവിടെ മുകളിലത്തെ ഭാഗമൊക്കെ റെഡിയാക്കുന്ന ഇതിട്ടത്. മേലെ നമ്മൾ വെച്ചിട്ടും പാടില്ല. പിന്നെ നമ്മൾ റെഡി ആക്കിയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ മെയിൻ. നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് തിരിച്ച് പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ തിരിച്ച് പോവാം. അതിനായിട്ട് വീണ്ടും ട്രെയിൻ എടുക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് തിരിച്ച് പോവാണ്. അത്ര ദൂരമൊന്നുമില്ല, എന്നാലൊരു വെറുതെ ഒരു ചുമ്മാ രസത്തിനാണ് ഞാൻ ഇങ്ങനൊരു റൈഡ് ഉണ്ടാക്കിയത്.
പിന്നെ ഈ വീട് അണ്ടർഗ്രൗണ്ട് എടാ നമ്മുടെ വാതിൽ കാണില്ലടാ ഗൈസ്. നമ്മുടെ വാതിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ഉണ്ട് വാതിൽ. ഇപ്പോൾ വാതിലവിടെ വെച്ചു. യോ യെസ്, നമ്മളെ പാർട്ട് 1 കാണത്തിന് പോയി കാണാം. പാർട്ട് 1 ഒരു കിടിലൻ വീഡിയോ എനിക്ക് തോന്നുന്നു. അപ്പോൾ പാർട്ട് 2ഉം അതേപോലെ തന്നെ കിടിലൻ വീഡിയോസ് നിങ്ങളാക്കണം. കമൻറ്റ് ഇടാം. നമ്മുടെ പാർട്ട് 3യിൽ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം നിങ്ങൾ കമൻറ്റ് ഇടാം. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വീണ്ടും എത്താനായിട്ടുണ്ട്. നമ്മുടെ വീട് നമ്മൾ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ ബ്രിക്സ് കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കറക്റ്റ് ലാൻഡിങ് ആയി. അവിടെ ട്രെയിൻ അങ്ങോട്ട് പോയി, കുഴപ്പമില്ല. ഇനി നമ്മൾ ഇവിടെ മുകളിൽ നമുക്ക് വീണ്ടും നമ്മുടെ മുകളിലേക്ക് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ നമ്മൾ അടിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് 2ാമത്തെ ഷെൽഫിലാണ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്കൊരു ലൈബ്രറി മോഡലൊക്കെ ആക്കി വെക്കാം. ലൈബ്രറി മോഡലൊക്കെ കിടിലനാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ലൈബ്രറി മോഡൽ വേണമെങ്കിൽ വെക്കാം. സോ വേണമെങ്കിൽ നമുക്ക് ലൈബ്രറി മോഡൽ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ലൈബ്രറി ആദ്യം തപ്പണം. എനിക്ക് തോന്നുന്നു ലൈബ്രറി ഇവിടെ അങ്ങനെ ലൈബ്രറി ഉണ്ടാവും. ഓക്കെ, ലൈബ്രറി നമുക്ക് ആവശ്യത്തിന് ആവശ്യമുണ്ട്. എന്താടാ ലൈബ്രറി കിട്ടുന്നില്ലേ? ഓക്കെ, നമ്മൾ ലൈബ്രറി എടുത്തു. അതുപോലെ തന്നെ കുറേ ഷെൽഫ്സ് നമുക്ക് ആവശ്യം ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഷെൽഫ് എടുത്തു, 2ാമത്തെ ഇത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആവശ്യം ഇതൊക്കെ നമ്മൾ ചെയ്യാം. നമ്മുടെ വീടിൻ്റെ പേരൊക്കെ ഏതാണുള്ളത് നമ്മൾ ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ ഏതെടുത്തിട്ടില്ല. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇതന്നെ മതി. ഇപ്പം നമ്മൾ എന്തായാലും നമുക്കവിടെ ഫില്ല് ചെയ്യാം. എന്തായാലും ഈ ഭാഗത്ത് നമുക്ക് എന്തായാലും ബുക്സ് വെച്ച് റെഡിയാക്കാം. ബുക്ക് ഷെൽഫ് വെച്ചിട്ട് റെഡിയാക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു 4 അരട്ടി കിടക്കട്ടെ ബുക്ക് ഷെൽഫ് നമ്മുടെ. ഓക്കെ, ബുക്ക് ഷെൽഫ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത്ര ഒന്നും വേണ്ട ഗൈസ്. ഒക്കെ ഞാൻ ചുമ്മാ വെക്കാം. ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ. ബുക്ക് ഷെൽഫ് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ അല്ല ഓർഡർ കിടക്കട്ടെ. ഓക്കെ, നമ്മൾ ബുക്ക് ഷെൽഫ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഇങ്ങനത്തെ ഒരു ഷെൽഫ്സാണ്. ഇത് ഷെൽഫ് തന്നെ ആണോ എനിക്കറിയില്ല. ഇതെന്താണ് ഗൈസ്? ഇതെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇതെന്താണ്? ഫർസൈൻസ്. ഓക്കെ, തൽക്കാലത്തിന് ഇപ്പോൾ നമുക്ക് സോറി ഇത് ഗ്യാപ്പ് ഇട്ട് വെക്കണമായിരുന്നു. നമുക്ക് വെറും 2 ആവശ്യമുള്ളൂ. 2 അല്ല, ഒരു ഭാഗത്ത് 2. പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ഷെൽഫ്സും ബുക്ക് ഷെൽഫാണ്. ബുക്ക് ഷെൽഫിന് ഇതും ബുക്ക് ഷെൽഫ് ഇത് ഓക്കെ ഇത് ബുക്ക് ഷെൽഫാണ്. ഇതും നമുക്ക് റെഡിയാക്കാം. ഭംഗിയുണ്ടോയെന്ന് എനിക്കറിയില്ല. തൽക്കാലത്തിന് ഇപ്പോൾ നമുക്ക് അത് വെക്കാം. പിന്നെ വേണമെങ്കിൽ അവിടെ ടാബ്ലറ്റ്സൊക്കെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കുറച്ചൊക്കെ റെഡി ആയി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമുക്ക് അങ്ങനെ ഒരു ഏരിയ ആക്കാം. ഓക്കെ, ഇനി മുകളിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. മുകളിലത്തെ അട്ടിയിൽ അവിടെ മുകളിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമുക്ക് മുകളിൽ എന്താ കാട്ടേണ്ടില്ല. ഇവിടെ ഒരു ബെഡ്റൂം ഞാൻ പറയാതെ ഇവിടെ എന്തോ കാര്യം വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു സോഫ സെറ്റപ്പ് ഉണ്ടാക്കാം. ഇവിടെ വേണമെങ്കിൽ ഒരു സോഫ സെറ്റപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് സോഫ കാണണം. സോഫ അല്ല, നമ്മൾ സ്റ്റെപ്പാക്കി ഉപയോഗിക്കുന്ന സാധനമൊക്കെ ആകെ. നമ്മൾ എടുത്തത് വൈറ്റ് കളർ എടുക്കാം. വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. സോ ഇത് മാച്ചാന്ന് ഇതല്ല പിന്നെ മാച്ചാന്ന് എനിക്കറിയില്ല. നമ്മൾ തലക്കാലത്തിന് നമ്മുടെ സോഫ ഇങ്ങനെയൊക്കെയാണ് മൈൻക്രാഫ്റ്റ് പണ്ട് കളിക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ തൽക്കാലത്തിന് ഒരു സോഫ സെറ്റപ്പും കൂടി ഇവിടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2ാമത്തെ അട്ടിലും കൂടി 2ാമത്തെ അട്ടും കുറച്ച് കിടിലനായി. നമുക്ക് സോഫ കുറച്ചൊക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സോഫ സെറ്റപ്പ്. നല്ല ഒരിക്കലും നമുക്ക് സോഫ സെറ്റപ്പ് വേണമെങ്കിൽ കുറച്ച് വലിപ്പം വേണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് നമ്മൾ സോഫ സെറ്റപ്പ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ വേറെ പണിയൊന്നുമില്ല. നമുക്ക് ഇനി ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങി പോവാം. ഓക്കെ, സോഫ സെറ്റപ്പ് ഇവിടെ 2ാമത്തെ അട്ടി കിടിലനായി. ഇനിയൊക്കെ നമ്മൾ ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങി പോവാം. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെയൊക്കെ സെറ്റാണ്. നമ്മുടെ ഇതൊക്കെ വെച്ചാൽ ഇവിടെയൊക്കെ സെറ്റാണ്. വേറൊരു പണിയൊന്നുമില്ല. ഇനി നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ മറ്റേ നമ്മൾ ചെയ്യാം. നമുക്ക് പാർട്ട് 3യിൽ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്ന അണ്ടർഗ്രൗണ്ടിലാണ് ബാക്കിയുള്ള പണികളൊക്കെ. എന്താടാ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാൻ ശ്രമിക്കേണ്ടത് നിങ്ങൾ ബ്രോ? അണ്ടർഗ്രൗണ്ടിലേക്ക് എങ്ങനെ പോവുക? അണ്ടർഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അടിയിൽ കൂടെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകും. ഓക്കെ, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച വഴി തന്നെയാണിത്. ഇനി നമ്മൾ ഇവിടെ ഈ കാണുന്ന സൈഡ് നമ്മൾ ഫുള്ള്
പൊളിച്ച് മാറ്റും. എന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ വരും. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. സോ അപ്പോൾ നല്ല പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ തൽക്കാലത്തിന് ഓക്കെ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ഇത് മൂടണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ കയറും. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതാണ് എൻ്റെ ഞാൻ ബിൽഡ് ചെയ്ത ഹൗസ്. കാണാൻ രസമൊന്നും ഉണ്ടാവില്ല കണ്ടോ, ഇവിടെ ഉള്ളിലൊക്കെ എനിക്ക് തോന്നുന്നു ഞാക്കിടുന്നത്. സോ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 3 ആയിട്ട് നമ്മൾ വീണ്ടും വരും. സോ വീഡിയോ ആണ് പുതിയ വിസിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.